യഹെസ്കേൽ 29 10-ാം ആണ്ട് 10-ാം മാസം 12-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്രാ, നീ മിസ്രയീം രാജാവായ ഫറവോന്റെ നേരെ മുഖം തിരിച്ച് അവനെക്കുറിച്ചും എല്ലാ മിസ്രയീമിനെക്കുറിച്ചും പ്രവചിച്ച് പറയേണ്ടതെന്തെന്നാൽ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. മിസ്രയീം രാജാവായ ഫറവോനേ, തൻ്റെ നദികളുടെ നടുവിൽ കിടന്ന്, ഈ നദി എനിക്കുള്ളതാകുന്നു, ഞാൻ അതിനെ എനിക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. മഹാനക്രമേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ ചെകിളയിൽ ചൂണ്ടൽ കൊളുത്തി നിന്റെ നദികളിലെ മത്സ്യങ്ങളെ നിന്റെ ചെതുമ്പലിൽ പറ്റുമാറാക്കി നിന്നെ നിന്റെ നദികളുടെ നടുവിൽ നിന്ന് വലിച്ചു കയറ്റും. നിന്റെ നദികളിലെ മത്സ്യമൊക്കെയും നിന്റെ ചെതുമ്പലിൽ പറ്റിയിരിക്കും. ഞാൻ നിന്നെയും നിന്റെ നദികളിലെ മത്സ്യങ്ങളെയൊക്കെയും മരുഭൂമിയിൽ എറിഞ്ഞുകളയും. നീ വെളിമ്പ്രദേശത്ത് വീഴും. ആരും നിന്നെ പെറുക്കുകയോ ശേഖരിക്കുകയോ ചെയ്യുകയില്ല. ഞാൻ നിന്നെ കാട്ടുമൃഗങ്ങൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും ഇരയായി കൊടുക്കും. മിസ്രയീം നിവാസികൾ യിസ്രായേൽ ഗൃഹത്തിന് ഒരു ഓടക്കോലായിരുന്നത് കൊണ്ട് അവരൊക്കെയും ഞാൻ യഹോവ എന്ന് അറിയും. അവർ നിന്നെ കയ്യിൽ പിടിച്ചപ്പോഴേക്ക് നീ ഒടിഞ്ഞ് അവരുടെ തോൾ ഒക്കെയും എറിഞ്ഞു കളഞ്ഞു. അവർ ഊന്നിയപ്പോഴേക്ക് നീ ഒടിഞ്ഞ് അവരുടെ നടുവൊക്കെയും കുലുങ്ങുമാറാക്കി. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഞാൻ നിന്റെ നേരെ വാൾ വരുത്തി നിങ്കൽ നിന്ന് മനുഷ്യനെയും മൃഗത്തെയും ഛേദിച്ച് കളയും. മിസ്രയീം ദേശം പാഴും ശൂന്യവുമായി തീരും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. നദി എനിക്കുള്ളതാകുന്നു, ഞാൻ അതിനെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞുവല്ലോ. അതുകൊണ്ട് ഞാൻ നിനക്കും നിന്റെ നദികൾക്കും വിരോധമായിരിക്കുന്നു. മിസ്രയീം ദേശത്തെ സെവേനാ ഗോപുരം മുതൽ കൂശിൻ്റെ അതിർത്തി വരെ അശേഷം പാഴും ശൂന്യവുമാകും. മനുഷ്യൻ്റെ കാൽ അതിൽ കൂടി കടന്നുപോകില്ല, മൃഗത്തിൻ്റെ കാൽ അതിൽ ചവിട്ടുകയുമില്ല. 40 സംവത്സരത്തേക്ക് അതിൽ നിവാസികളില്ലാതെ ഇരിക്കും. ഞാൻ മിസ്രയീം ദേശത്തെ ശൂന്യദേശങ്ങളുടെ കൂട്ടത്തിൽ ശൂന്യമാക്കും. അതിലെ പട്ടണങ്ങൾ ശൂന്യപട്ടണങ്ങളുടെ കൂട്ടത്തിൽ 40 സംവത്സരത്തേക്ക് ശൂന്യമായിരിക്കും. ഞാൻ മിസ്രയീമ്യരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് ദേശങ്ങളിൽ ചിതറിച്ച് കളയും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. 40 സംവത്സരം കഴിഞ്ഞിട്ട് ഞാൻ മിസ്രയീമ്യരെ അവർ ചിന്നിപ്പോയിരിക്കുന്ന ജാതികളിൽ നിന്ന് ശേഖരിക്കും. ഞാൻ മിസ്രയീമിൻ്റെ പ്രവാസം മാറ്റി അവരെ അവരുടെ ജന്മദേശമായ പത്രോസ് ദേശത്തേക്ക് മടക്കി വരുത്തും. അവിടെ അവരൊരു ഹീനരാജ്യമായിരിക്കും. അത് രാജ്യങ്ങളിൽ വച്ച് അതിഹീനമായിരിക്കും. ഇനി ജാതികൾക്ക് മേലായി അത് തന്നെത്താൻ ഉയർത്തുകയും ഇല്ല. അവർ ജാതികളുടെ മേൽ വാഴാതവണ്ണം ഞാൻ അവരെ കുറച്ചുകളയും. യിസ്രായേൽ ഗൃഹം തിരിഞ്ഞ് അവരെ നോക്കുമ്പോൾ അത് ഇനി അവരുടെ അകൃത്യം ഓർക്കുന്നതായൊരു ശരണമായിരിക്കില്ല. ഞാൻ യഹോവയായ കർത്താവ് എന്ന് അവർ അറിയും. 27-ാം ആണ്ട് 1-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്രാ, ബാബേൽ രാജാവ് നെബൂഖദ്നേസർ സോരിൻ്റെ നേരെ തൻ്റെ സൈന്യത്തെ കൊണ്ട് വലിയ വേല ചെയ്യിച്ചു. എല്ലാ തലയും കഷണ്ടിയായി, എല്ലാ ചുമലും തോലുരിഞ്ഞു പോയി. എങ്കിലും സോരിന് വിരോധമായി ചെയ്ത വേലയ്ക്ക് അവനോ അവൻ്റെ സൈന്യത്തിനോ അവിടെ നിന്ന് പ്രതിഫലം കിട്ടിയില്ല. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഞാൻ മിസ്രയീം ദേശത്തെ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന് കൊടുക്കും. അവൻ അതിലെ സമ്പത്ത് എടുത്ത് അതിനെ കൊള്ളയിട്ട് കവർച്ച ചെയ്യും. അത് അവൻ്റെ സൈന്യത്തിന് പ്രതിഫലമായിരിക്കും. ഞാൻ അവന് മിസ്രയീം ദേശത്തെ അവൻ ചെയ്ത വേലയ്ക്ക് പ്രതിഫലമായി കൊടുക്കുന്നു. അവർ എനിക്കായിട്ടല്ലോ പ്രവർത്തിച്ചത് എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അന്നാളിൽ ഞാൻ യിസ്രായേൽ ഗൃഹത്തിന് ഒരു കൊമ്പ് മുളയ്ക്കുമാറാക്കി അവരുടെ നടുവിൽ നിനക്ക് തുറന്ന വായ് നൽകും. ഞാൻ യഹോവ എന്നു അവർ അറിയും.